ഹലോ ഗായ്സ്, അപ്പോൾ റിച്ചൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ വീടിന്റെ അടുത്ത് കറക്റ്റ് പാണ്ടിക്കാട് ലൊക്കേഷനില് അബു എന്ന് പറയുന്ന ഒരു അടിപൊളി പോണി വണ്ടി ഉണ്ട് കേട്ടോ. ആള് നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് പോണിയാണ്. അപ്പൊ നമ്മൾ അബുവിന്റെ ഓണർ നമ്മളെ ജലീൽക്ക പറയുന്ന നമ്മളെ സുഹൃത്തുണ്ട്. അപ്പൊ ജലീൽഖാന്റെ വീട്ടിലേക്കാണ് ഇന്ന് പോണത്. അപ്പൊ നമ്മളെ കൂടെ നമ്മളെ ഡ്രൈവറായിട്ട് നമ്മളെ അഖിലിന്റെ പെങ്ങള് ലിയ. എവിടെ ലിയ? കുറെ പേരുണ്ട് കേട്ടോ. നമ്മളെ ഷംസുക SS വേൾഡിന്റെ ഷംസുക പറയുന്ന പോലെ ഒരു ബറ്റാലിയൻ ആണ്. നമ്മൾ ഇവിടെ ഒരു ചെറിയ ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാ ബാക്കിലൊക്കെ നിറച്ച് ടീംസ് ആട്ടോ. അപ്പൊ നമ്മള് നേരെ അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ കിടക്കാം. അപ്പൊ ഗായ്സ്, നമ്മളെ ജലീൽഖാന്റെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാണ്. നമ്മളിവിടെ കറക്റ്റ് ഒരു ടോമറ്റ താല്പര്യപ്പറമ്പ് ഇടയിലുള്ള ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ കൂടെ കുതിരപ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ കുതിരനെ കാണാൻ പോകുന്ന ഒരു ത്രില്ലിലാട്ടോ. കുതിരനെ കാണാൻ പോവുകയാണ്, കുതിര വണ്ടി കാണാൻ പോവാണ്. ആ ഒരു ത്രില്ലിലാണ് അവര് നിൽക്കുന്നത്. എന്റെ പേരെന്താ പറഞ്ഞേ? ദിലു ആട്ടോ. ഇത് ബാക്കിൽ ഇത് നമ്മളെ അഖിലിന്റെ പെങ്ങള് ലിയ. എവിടെ? ലിയ ബാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്താണ് എന്റെ പേരെന്താ? നിധു. അപ്പൊ ഗായ്സ്, നമ്മുടെ ടീമായിട്ട് കാണുന്നതൊക്കെ. അപ്പൊ ഗായ്സ്, നമ്മൾ ഏകദേശം നമ്മളെ ജലീൽഖാന്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. പുള്ളിയുടെ വീടിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ബാക്കിലാണ് നിക്കണേ നമ്മള്. അപ്പൊ ഗായ്സ്, നമ്മള് ജലീൽഖാന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ജലീൽഖാന്റെ വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മളെ അബുവിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. നോക്കൂ ഗായ്സ്, കുതിരനെ കാണാൻ വേണ്ടി ആള് നല്ല ഫോമായിട്ട് വന്നിട്ട് നിൽക്കാട്ടോ. കുതിരനെ കാണാൻ വന്ന ബറ്റാലിയനാണ് ഈ കാണുന്നത്. അപ്പൊ ടീംസ് സെറ്റ് ആയിട്ട് പോന്നിക്കാണ് ഗായ്സ്. അപ്പൊ നമ്മള് ജലീൽഖാന്റെ വീട്ടിലെത്തി. നമ്മൾ അബുവിനെയാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ വന്നപ്പോ ജലീൽഖാൻ അബുവിന്റെ ലാടം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേനി. നമുക്ക് അബുവിന് വണ്ടിയൊക്കെ കെട്ടിയിട്ട് അതുപോലെ നമ്മള് കടിഞ്ഞാണൊക്കെ ഇട്ട് ആളെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് റൈഡിങ്ങിന് ഇറക്കാം. അബു, അപ്പൊ നിധു നമ്മളെ കുതിരനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിധുവിന് കുതിരന്റെ അടുത്തേക്ക് വരാൻ തന്നെ പേടിയാണ് ഗായ്സ്. അവൻ പേടിച്ച് ലാസ്റ്റ് അബുവിന്റെ അടുത്തേക്ക് എത്തി. വീണ്ടും ബാക്കിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് അബുവിന്റെ അടുത്ത് എത്തി. അപ്പൊ നിങ്ങൾ പോലെയാണ് വാങ്ങിയത് ജലീൽക്ക. അപ്പൊ അബുവിന്റെ ഓണറാണ് ജലീൽക്ക. എത്ര കാലായി ഇവനെ വാങ്ങിയിട്ട്? അബുവിനെ 2 മാസമായിട്ടുള്ള അബുവിനെ വാങ്ങിയിട്ട്. നമ്മളെ വീടിന്റെ അടുത്താട്ടോ മൂപ്പരെ വീട്. ഞാനിപ്പോ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ മൂപ്പരെ കയ്യില് കുതിരല്ല പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞേക്ക് തന്നെ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ അബുവിനെ കാണാൻ വേണ്ടി എത്തി. അപ്പൊ ഇവിടെ എത്തി നോക്കുമ്പോ എത്ര വരെ ആള് പോണിയാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്രക്ക് ഒരു ഹൈറ്റും അതേപോലെ ഇത്രക്ക് ചൊറുക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ എത്തി നോക്കുമ്പോ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു. കാരണം അത്രക്കും നല്ല ബോഡിയും ഏകദേശം ഒരു 50-52 ഇഞ്ച് ഹൈറ്റ്. അതുപോലെ നല്ലൊരു കളറായിട്ടോ അത്. ആളും തന്നെ ആളെ വീഡിയോ കണ്ടപ്പോ റൈഡിങ് ഒക്കെ നല്ല സെറ്റ് റൈഡിങ്. വണ്ടി കെട്ടി കഴിഞ്ഞാൽ നല്ല പറക്കൽ വർക്കും. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. അബുവിന്റെ റൈഡിങ്ങും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇനി വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മളെ ജലീൽക്ക നമ്മളെ അബുവിന് കടിഞ്ഞാണിട്ട് കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അബു വണ്ടി വലി മാത്രല്ല കേട്ടോ, റൈഡിങ്, അപ്പിങ്. അത് നല്ല അപ്പടിക്കണ കുതിരയാണ്. ചെറുപ്പളശ്ശേരി നമ്മള് സുഹൃത്തിന്റെ അടുത്തുണ്ടായിരുന്ന കുതിര കേട്ടോ. അപ്പൊ ആള് ഒരു അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക സൈലന്റ് ആയിട്ട് നിന്ന് കൊടുക്കണുണ്ട് കടിഞ്ഞാണിടാനൊക്കെ. അപ്പൊ ഗായ്സ്, നമ്മുടെ അബുവിനെ നമ്മള് കടിഞ്ഞാണിട്ട് റെഡി ടു റൈഡ് ആക്കി നിർത്തിയിട്ടുണ്ട്. ആൾക്ക് വണ്ടി വലിയാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മൾ വണ്ടി കെട്ടുന്നതിന്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാണ്. റൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വണ്ടി കെട്ടിയിട്ട് അബുവിന്റെ വണ്ടി വലിയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം. What you gonna do with all that junk inside that trunk? I'ma get you drunk, get you love drunk off my heart.
അപ്പോൾ ഗായ്സ് ഞാൻ നമ്മുടെ അബൂനെ ഒന്ന് റൈഡ് ചെയ്യാം കേട്ടോ. അബൂനെ ഞാൻ റൈഡ് ചെയ്യണതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പൊ ഗായ്സ് നമ്മൾ അബുനെ റൈഡ് ചെയ്ത് നോക്കി. ആദ്യം നമ്മൾ വിചാരിച്ച പോലല്ല, നല്ല പോക്കാണ്, പിടിച്ചിട്ട് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ആകെ ക്ഷണിച്ചു പോയിട്ടോ. ഏകദേശം നമ്മള് ഒരു 1-2 മിനിറ്റ് നമ്മൾ റൈഡ് ചെയ്തപ്പോക്കിന് ആകെ ക്ഷണിച്ചു പോയി. ആള് നല്ല പുള്ളിങ്ങ, എത്ര പെട്ടെന്ന് ഡെവലപ്പ് കയറിയതാരോ, പിടിച്ചാ കിട്ടണില്ല. അപ്പൊ ഇതാ നമ്മളെ ജലീൽക്കും അഖിലും കൂടെ നമ്മളെ കൂടെ വന്ന ബറ്റാലിയന്മാരിൽ നിന്ന് ഓരോരുത്തരായിട്ട് നമ്മൾ അബുവിന്റെ പുറത്ത് കയറ്റിയിരുത്താണ്. അപ്പൊ അഖിലേ, അപ്പൊ ആൾക്ക് കേറാൻ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ആരും കേറണില്ല ഗായ്സ്. അപ്പൊ നമ്മളെ കൂടെ കുതിരനെ കാണാനാണെന്ന് പറഞ്ഞു വന്ന ടീം ആരും കേറണില്ല കേട്ടോ. അപ്പൊ ഇതാ പേടിച്ച് അവസാനം അവൻ കേറിയിട്ടുണ്ട് കേട്ടോ. അബുവിന്റെ പുറത്ത് അവസാനം അവൻ കേറി. റെയിൽ അടിക്കാനൊക്കെ പേടിയുണ്ട്. അപ്പൊ ഇതാ ലിയ കേറാട്ടോ, കുതിരപ്പുറത്ത് കേറാണ്. ആൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ പേടിച്ച് അവസാനം കേറി ഗായ്സ്. ലിയ ഇങ്ങോട്ട് പോയിക്കാ, പേടിണ്ടോ? ചെറുതായിട്ട് പേടിണ്ട് അല്ലേ ലിയ? ഒരു റൈഡ് പോയാലോ? ഒരു റൈഡ് പോവാ. അപ്പൊ ഗായ്സ് നമ്മുടെ ജലീൽ ഖാന്റെ വീട്ടിക്ക് വന്നപ്പോ കണ്ടുമുട്ടിയ ഒരു സുഹൃത്താണ്. എന്താ പേര്? കണ്ണന്റെ സൈക്കിളാണോ അതോ ബൈക്കാണോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഗായ്സ്. അപ്പൊ ഇതാണ് ഗായ്സ് നമ്മളെ കണ്ണന്റെ സൈക്കിള്. സൈക്കിള് കൊടുക്കണോ? അപ്പൊ എന്താ പറയാ, നമ്മളെ CT100ന്റെ ടാങ്ക് ഒക്കെ വെച്ചിട്ട് സൈക്കിളാണോ അതോ ബൈക്കാണോ ആകെ കൺഫ്യൂഷൻ ആണ് ഗായ്സ്. അതാ അപ്പൊ അത് നമ്മളെ ദിലു പേടിച്ച് വരച്ചാട്ടോ അബുവിന്റെ പുറത്തിരിക്കണേ. ദിലു. അപ്പൊ ഗായ്സ് നമ്മുടെ ജലീൽക്ക് അബുവിനെ വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്. നമ്മുടെ ജലീലിക്കും അഖിലും കൂടെ കൂടിയിട്ടാട്ടോ വണ്ടി കെട്ടണം. അഖിലേ, എന്താണ് സെറ്റല്ലേ? പവറാണില്ല ഒരു. അപ്പോൾ ഗായ്സ് ഞാനും നമ്മുടെ ജലീലിക്കും പാടി നമ്മൾ റൈഡിങ്ങിന് സെറ്റായിട്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈഡിങ്ങിന് ഇറങ്ങാം. അപ്പൊ ഗായ്സ് ഇതാ നമ്മളെ ജലീൽക്കും ടീംസും ഒക്കെ കുതിരപ്പുറത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല റൈഡിങ്ങിലാണ് ടീംസ്. അപ്പൊ ഇതാ ദിനു ആൻഡ് ടീംസൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെ ലിയ ആൻഡ് ടീംസൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ജലീൽക്ക് ലിയക്ക് പറഞ്ഞു കൊടുക്കാണ് വണ്ടിയിൽ എങ്ങനെയൊക്കെ ഇരിക്കാന്ന് ജലീൽക്ക് പറഞ്ഞു കൊടുക്കാണ്. ലിയ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെറ്റാ?
അപ്പൊ അതാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും ജലീൽക്കയും കൂടെ ഇതാ കുതിരവണ്ടിയില് കുതിരന്റെ അടുത്ത് നിന്നിട്ട് സെറ്റായിട്ട് നിക്കാട്ടോ. ജലീൽക്ക ഉഷാറല്ലേ? നമ്മളെ കുതിരക്കാരനവരാട്ടോ, കുതിരക്കാരനവരാണ്. അപ്പൊ ഗായ്സ് നമ്മളിതാ അഖിലാണ് കുതിരവണ്ടിയിൽ ഇപ്പൊ കയറിയിട്ടുള്ളത്. അപ്പൊ ഞാനിതാ ഈ കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് നമ്മുടെ കുതിരന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കാട്ടോ. അപ്പൊ നമ്മളെ ക്യാമറമാൻ നമ്മളെ ലിയമോളാട്ടോ. ലിയമോളാണ് വീഡിയോ എടുക്കുന്ന ആള്. അഖിലതാ മുമ്പില് കുതിരവണ്ടിയിൽ കയറിയിട്ട് നല്ല പോക്കാട്ടോ. ഒരു ടീം സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഗായ്സ് നമ്മള് തിരിച്ച് ജലീൽ ഖാന്റെ വീടിന്റെ അവിടെ എത്താനായി. നമ്മള് അപ്പോനും കൊണ്ടൊരു റൈഡ് പോയതിന്. അപ്പൊ റൈഡൊക്കെ പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തിരിച്ചു വന്ന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടോ ഇത്. കാരണം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുതിരവണ്ടിന്റെ മുകളിലൊക്കെ കയറിയിട്ട് നമ്മളൊരു അടിപൊളി റൈഡ് പോകുന്നത്. അപ്പൊ അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മളെ കൂടെ ലിയമോളെ ടീംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ് നമ്മളെ. അപ്പൊ ഗായ്സ് നമ്മുടെ കയ്യില് ഒരു പോണി വണ്ടി സെയിലിനുണ്ട് കേട്ടോ. ഇതല്ല, വേറെ ഒരു ബ്ലാക്ക് കളർ പോണിയും വണ്ടിയും കൂടെ സെയിലിനുണ്ട്. അപ്പൊ ഇതാ നമ്മള് തിരിച്ചു വീട്ടിൽ പോവാട്ടോ. അപ്പൊ ഇത്രയും നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന നമ്മളെ ജലീൽ കാക്ക് എങ്ങനെ നന്ദി പറയാന്നറിയില്ല. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ അഖില് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കി തന്നതില് അതിയായ സന്തോഷമുണ്ട്. അപ്പൊ ജലീൽക്ക ഞങ്ങൾ തിരിക്കാണ്. അപ്പൊ നമ്മള് നേരെ വീട്ടിൽ പോവാണ്. അപ്പൊ ഗായ്സ് ഇന്നത്തെ വ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ തിരിച്ചു വീട്ടിൽ പോകട്ടെ. നമ്മളെ ലിയമോള് ദിനും ഇവരൊക്കെ തിരിച്ചു വീട്ടിൽ പോവാണ്. അഖിലിതാ പോലെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കണ്ടുമുട്ടാം.